അല്ലാഹു തആല പറഞ്ഞതാണ് ആ വാക്ക്. എന്താ? യബ്ന ആദം, ആദമിന്റെ സന്താനങ്ങളെ, ഇന്നക മാ ദഅൗതനി വറജൗതനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ എന്നിൽ നിന്ന് നല്ലത് പ്രതീക്ഷിച്ചാൽ, ഗഫർതു ലക, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. അലാ മാ കാന ഫീക വലാ ഉബാലി, നീ എത്ര ചെയ്തവനാണെങ്കിലും, നീ എത്രയധികം ചെയ്തവനാണെങ്കിലും പ്രശ്നമല്ല. നീ എന്നിലേക്ക് മടങ്ങിയാൽ, എന്നിലേക്ക് തിരിച്ചു വന്നാൽ, എന്നിലേക്ക് തൗബ ചെയ്തു വന്നാൽ പുറത്തു തരാൻ ഒരുക്കമാണ്. സുഹൃത്തുക്കളെ, ഒരു മനുഷ്യനെ കൊന്നാൽ എന്തായിരിക്കും അവസ്ഥ? അയാൾ എന്തൊരു ക്രൂരനാണ്. 50 പേരെ കൊന്നാൽ എന്തായിരിക്കും അയാളുടെ അവസ്ഥ? നമ്മൾ എന്താ പറയാ? അയാൾ മഹാക്രമിയാണ്. 99 മനുഷ്യരെ കൊന്ന ചരിത്രം പഠിപ്പിച്ച ഹദീസിന്റെ അവസാന വാചകം എന്താ? അയാൾ 100ാമതൊരാളെ കൊല്ലുകയാണ്. അദ്ദേഹത്തിന് തൗബയുണ്ടോ എന്നാണ് സംശയം. അവിടുന്ന് അദ്ദേഹത്തിന് അവസാനം ഒരു ആലിമായ മനുഷ്യൻ മറുപടി കൊടുക്കുകയാണ്, ഉണ്ട്. നിങ്ങൾക്ക് തൗബയുണ്ട്, നിങ്ങൾ ഈ നാട് വിട്ട് പോവുക എന്നതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അങ്ങനെ മനുഷ്യന്മാരെ കൊല്ലാൻ മാത്രമുള്ള സാഹചര്യത്തിൽ നിങ്ങൾ മാറി നിൽക്കുക. എന്നിട്ട് മറ്റൊരു നാട്ടിൽ അല്ലാഹനെ മാത്രം ആരാധിക്കുന്ന ജനങ്ങളുടെ കൂടെ നിങ്ങൾ പോയിട്ട് ഫഅബുദില്ലാഹ മഅഹും, അവരോട് കൂടെ നിങ്ങൾ ഇനി മുതലുള്ള കാലം, ശിഷ്ടകാലം അവരുടെ കൂടെ ജീവിക്കുക. വലാ തർജിഇ ഇലാ അർളിക, നിങ്ങൾ ഈ നാട്ടിലേക്ക് ഇനി മടങ്ങി വരരുത്. ഇത് തിന്മയുടെ നാടാണ്. ഇവിടെ നിന്നാൽ ഇനിയും നിങ്ങൾ ഈ കൊലപാതകം ചെയ്യും. അദ്ദേഹം പോകുന്ന നാട്ടിൽ എത്തുന്നതിന്റെ മുമ്പാണ് മരണപ്പെട്ടത്. ഹദീസുകളിൽ പറയുന്നത് ആ മനുഷ്യനെ സ്വർഗാവകാശികളിൽ എണ്ണിയിട്ടുണ്ട്. എന്തുണ്ടായി? മാറണമെന്ന് ചിന്തിച്ചു, നന്നാകണമെന്ന് ആഗ്രഹിച്ചു. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുമ്പ് ചെയ്തു കൂട്ടിയ അതിക്രമങ്ങളിൽ കരഞ്ഞുപോയി.